വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ ഓണപരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ EVS-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യം അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഇതാ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 4ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കുകൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെ. അപ്പൊ മക്കൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളിപ്പോ ഇന്ത്യയിൽ അല്ലെ, നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്കുള്ള ഒരുപാട് അവകാശങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറെ റൈറ്റ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ ആ റൈറ്റ്സ് ആയിക്കോട്ടെ, നമുക്ക് കുറെ ഡ്യൂട്ടീസ്, കുറെ കടമകളുണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു റൂൾ ബുക്ക്, ഒരു നിയമ സംഹിതയാണ് മക്കളെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. 1000 ആൾക്കാർ ഇതിന് പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറയണം, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ലോ മിനിസ്റ്റർ ആയിരുന്ന ആൾ കൂടെയാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലും മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്, അംബേദ്കർ എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമ സംഹിത തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ആളാണ് അല്ലെ. ഇത് നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. അപ്പൊ ഈ ജനുവരി 26 എന്ന് പറയുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മളൊരു പ്രത്യേക ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിപ്പബ്ലിക് ഡേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ജനുവരി 26-ന് സ്കൂളിൽ എത്തിയിട്ടുണ്ട്, പതാക ഉയർത്തിയിട്ടുണ്ട്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത അന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളിതാ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി പോവാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു കുഞ്ഞു പോയിന്റ് കൂടെ എന്റെ മക്കൾ ഓർക്കണം. ഇന്ത്യ ഹാസ് ദ വേൾഡ്സ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഹു ഈസ് കോൾഡ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. അടുത്ത നോക്കുക, ഓൺ വിച്ച് ഡേ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഫോഴ്സ്? എന്നാണ് ഇത് നിലവിൽ വന്നത്? ജനുവരി 26-26-നാണ്. അന്നാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഡാഷ് ഓഫ് ഇന്ത്യ. എന്താണത്? ഒരു റൂൾ ബുക്കാണ് അല്ലെ, ഒരു നിയമ സംഹിതയാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഈ പറയുന്ന ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള പോയിന്റ് എല്ലാം എന്റെ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കണം, ഓർത്തു വെക്കണം. അപ്പൊ ഭരണഘടനയുടെ ശില്പീനെ മറക്കരുത്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ജനുവരി 26-നാണ് നിലവിൽ വന്നത്. അതാണ് നമ്മളുടെ റിപ്പബ്ലിക് ഡേ. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത്രയ്ക്ക് വലിയ റൂൾ ബുക്കാണ് അത് അല്ലെ. അപ്പൊ അതുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത്. നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കടമകളൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വേണം, കൂട്ടത്തിൽ നിറവേറ്റുകയും വേണം. റെസ്പെക്ട് ചെയ്യണം നമ്മൾ എല്ലാവരെയും അല്ലെ. നമ്മൾ സ്നേഹിക്കണം നമ്മുടെ രാജ്യത്തിനെ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് എവിടെയാണ്? നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചിലാണ് മക്കളെ. ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാരന്റ്സിനോട് പറയാ, നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.